എന്തിനാ ജോ നീ ഇപ്പോൾ ആ കാര്യം സംസാരിക്കാൻ നിന്നത്? ഹർഷൻ തന്നെ നേരിട്ട് ചോദിക്കുമല്ലോ. അബി അടുക്കളയിലേക്ക് പോയതും സേതു ജോയെ നോക്കി ദേഷ്യപ്പെട്ടു. ഏയ്, ഞാൻ വെറുതെ അവളുടെ മനസ്സറിയാൻ. അബിയുടെ മറുപടിയിൽ നിന്നും ഇപ്പോൾ ജോ മനസ്സിലാക്കുന്നുണ്ട് താൻ ചോദിക്കേണ്ട സമയമല്ലായിരുന്നു ഇതെന്ന്. അതിന്റെ പതർച്ച നല്ലതുപോലെ പെണ്ണിന്റെ മുഖത്ത് പ്രകടമാകുന്നുണ്ട്. ഒപ്പം സേതുവും ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ആകെ വല്ലാതായി. ഡോൺ വറി, നല്ലൊരു കാര്യത്തിന് വന്നിട്ട് വെറുതെ മനസ്സ് മുഷിപ്പിക്കേണ്ട. ഇനിയും ഇങ്ങനൊരു സംസാരം വേണ്ട എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ജോയുടെ മുഖം മങ്ങിയതും സേതു ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. സോറി, ഞാൻ അറിയാതെ. തെറ്റവൾ സ്വയം മനസ്സിലാക്കുന്നു. ആ കുട്ടി പറയുന്നതിലും കാര്യമില്ലേ. ആ കുട്ടിക്കും ഫ്യൂച്ചറിനെക്കുറിച്ച് പ്ലാൻ ഉണ്ടാകും. ഇനി ഇങ്ങനെ ഒരു സംസാരം വേണ്ട. സേതു തീർത്തു പറഞ്ഞതും മറ്റുള്ളവർ അത് ശരിവെക്കുകയായിരുന്നു. അടുക്കളയിലേക്ക് പോയവളുടെ മനസ്സ് മുഴുവൻ ഇപ്പോൾ ജോ ചോദിച്ചത് തന്നെയായിരുന്നു. പെട്ടെന്നുള്ള ഇവരുടെ സ്നേഹം കാണുമ്പോൾ അബിക്ക് എന്തൊക്കെയോ പന്തുകേട് മണക്കുന്നു. ഒപ്പം താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യം അവരുടെ പക്കൽ നിന്ന് വന്നതും മറ്റെന്തിനൊക്കെയോ തുടക്കമാണ് ഇപ്പോൾ തന്നോട് അവർ ചോദിച്ചതെന്ന് അവൾ മനസ്സിലാക്കി. കോഫി ഇടുമ്പോഴും ഇവരൊക്കെ വന്നതിൻ്റെ ഉദ്ദേശം മാത്രം അവൾക്ക് പിടികിട്ടിയില്ല. അതുമല്ല, തൻ്റെ പിറന്നാൾ ഇവരെങ്ങനെ അറിഞ്ഞു? ഓരോന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് അവൾ ഓർത്തത് താൻ എഴുന്നേറ്റതിന് ശേഷം അച്ചുവേട്ടനെ കണ്ടിട്ടേയില്ലെന്ന്. ഇവരൊന്നും അച്ചുവേട്ടൻ ഇവിടെ ഇല്ലാത്തത് അറിയില്ലയാവോ? ഞാൻ പറയാനും മറന്നുപോയി. അവൾ സ്വയം തലയിൽ കൊട്ടിപ്പോയി. എന്തെന്നാൽ ഇല്ലാത്ത ഒരാൾക്കു വേണ്ടി വെറുതെ കാത്തു നിൽക്കേണ്ടല്ലോ. അല്ല, ആളെ വിളിക്കാതെ ഇപ്പോൾ ഇവിടേക്ക് അവരെല്ലാവരും വരുമോ? ഓരോന്ന് ചോദിച്ചും ഓരോന്നിനും ഉത്തരം അവൾ സ്വയം കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഒന്നിനും വ്യക്തത അവൾക്ക് വന്നതുമില്ല. സംശയങ്ങളുടെ കൂമ്പാരത്തോടെ തന്നെ അവൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ കോഫിയുമായി അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നതും അവിടെ ആരെയും പെണ്ണ് കണ്ടില്ല. അവൾ കയ്യിലുള്ള ട്രേ അവിടെയുള്ള ടേബിളിലേക്ക് വെച്ച് അവൾ ചുറ്റും നോക്കി. ഇല്ല, ഇവിടെ ഒന്നും കാണുന്നില്ല. പെട്ടെന്നാണ് മുകളിൽ നിന്നും അവൾ ശബ്ദം കേട്ടത്. അബി, ഞങ്ങൾ ഇവിടെയുണ്ട്, ഇവിടേക്ക് പോര്. ജോ മുകളിലെ സ്റ്റെപ്പിനടുത്ത് നിന്ന് വിളിച്ചു പറഞ്ഞതും അവൾ മുകളിൽ നിൽക്കുന്ന ജോയെ ഒന്ന് നോക്കിക്കൊണ്ട് നേരത്തെ ടേബിളിൽ വെച്ച കോഫി ട്രേയുമായി സ്റ്റെപ്പുകൾ കയറി. ജോയെ കണ്ട ഭാഗത്ത് ഇപ്പോൾ അവളെ കാണുന്നില്ല. എങ്ങും നിശബ്ദത. പെണ്ണിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇവരെല്ലാവരും എന്താ ഒളിച്ചു കളിക്കുകയാണോ എന്ന ചിന്ത പോലും പെണ്ണിൽ ഉളവായി. ഒപ്പം ദേഷ്യവും വരുന്നുണ്ട് പെണ്ണിന്. പിന്നെ ദേഷ്യം വരാതിരിക്കുമോ? ഇങ്ങനെ കളി കളിപ്പിച്ചാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? അബി, ഇങ്ങു പോര്. ടെറസിലേക്കുള്ള വാതിലിനരികിൽ നിന്നും ജോ വിളിച്ചതും അബി അവിടത്തേക്ക് നോട്ടം പായിച്ചു. ചെറുപുഞ്ചിരിയോടെ വാതിലിനരികിൽ നിൽക്കുന്നവൾ. നേരത്തെ നൽകിയ പുഞ്ചിരി അബി ഇപ്പോൾ നൽകിയില്ല ജോയ്ക്ക്. എന്തെന്നാൽ തന്നെ വട്ടം വിട്ട് നടത്തിക്കുന്നതിനോട് അബിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. തന്നെ കളിയാക്കും പോലെയായിരുന്നു അബിക്ക് ഇവരുടെ ഈ പ്രവൃത്തിയിൽ തോന്നിയത്. എന്നാലും വന്നവർക്ക് മുഷിപ്പൊന്നും തോന്നേണ്ട എന്ന് കരുതി ജോ വിളിച്ച ഭാഗത്തേക്ക് അവൾ നടന്നു. ഇപ്പോഴും കയ്യിൽ ആ കോഫി ട്രേയും ഉണ്ട്. അബി തൻ്റെ അടുത്തേക്ക് എത്താനായതും ജോ വാതിലിനരികിൽ നിന്ന് ടെറസിലേക്ക് കടന്നിരുന്നു. ട്രേയും പിടിച്ച് അബി വാതിലും കടന്ന് ടെറസിലേക്ക് എത്തിയതും അത്രയും നേരം ചുരുങ്ങിയ കണ്ണുകളിൽ അത്ഭുതമുളവായി. ദാ, ഈ ചായ കുടിക്ക്, എന്നിട്ടാവാം സംസാരം. ഭാമ അടുക്കളയിൽ നിന്നും എല്ലാവർക്കുമുള്ള ചായയുമായി ആ ഇടുങ്ങിയ ഹോളിലേക്ക് വന്നു. പുറത്തിരിക്കുമ്പോൾ റോഡിലൂടെ പോകുന്നവരെയെല്ലാം തങ്ങൾ ശ്രദ്ധിക്കുന്നത് കണ്ടതും ചന്തുവും കേശവനും ആ ഇടുങ്ങിയ റൂമിലേക്ക് വരികയായിരുന്നു. ഭാമയുടെ പുറകിലായി പ്ലേറ്റിൽ കുറച്ച് പലഹാരങ്ങളുമായി സാവിത്രിയും അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ തനിച്ചായതുകൊണ്ട് ഒന്നും. സാവിത്രിക്ക് എന്തോ വന്നവർക്കൊന്നും കൊടുക്കാൻ കഴിയാത്തതിൽ വല്ലാത്ത നിരാശ തോന്നി. ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരാളും തങ്ങളെ അന്വേഷിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കരുതാറുമില്ല സാവിത്രി. ഉള്ളത് കുടിച്ചു കഴിയും, അത്ര തന്നെ. അബി ഉണ്ടാകുമ്പോൾ പിന്നെയും എന്തെങ്കിലും ഉണ്ടാക്കും. ഇപ്പോൾ തനിച്ചുള്ള ജീവിതത്തിൽ ഒന്നും കഴിക്കാനോ ഉണ്ടാക്കാനോ തോന്നാറില്ല സാവിത്രിക്ക്. പാറുവമ്മ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരും, അത്ര തന്നെ. ഏയ്, സാരമില്ല, ഈ ചായ തന്നെ ധാരാളം. ഈ വീട്ടിൽ വന്ന് കയറിയപ്പോഴേ ജാനകിയുടെ ചുറ്റുപാട് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു കേശവന്. അതുകൊണ്ട് തന്നെ കേശവൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് മേശയുടെ മുകളിലേക്ക് വെച്ച ചായ കപ്പിൽ നിന്ന് ഒന്നെടുത്തു. ചന്തവും എടുത്തു ഒരു കപ്പ് ചായ. ശങ്കരേട്ടൻ. ചായ കുടിക്കുന്നതിനിടെ ഓരോ വിശേഷങ്ങളിലേക്ക് കടന്നിരുന്നു കേശവൻ. അബിക്ക് 10 വയസ്സുള്ളപ്പോൾ അച്ഛൻ പോയി. ഏതൊക്കെയോ വേദനിക്കുന്ന ഓർമ്മകളിൽ സാവിത്രി പറഞ്ഞു. അതെന്താ ജാനകിയിൽ നിന്ന് സാവിത്രിയിലേക്ക് മാറിയത്? ചന്തുവായിരുന്നു ചോദിച്ചത്. ഇന്നലെ വന്നപ്പോഴും അവൻ ചോദിക്കാൻ നിന്നതായിരുന്നു ഈ സംശയം. എന്തെന്നാൽ അബി തൻ്റെ അമ്മയുടെ പേര് സാവിത്രി എന്നാണ് പറഞ്ഞിരുന്നത്. റെക്കോർഡ്സിലെല്ലാം ജാനകി എന്നും. അപ്പോഴേ അവൻ്റെ പോലീസ് ചിന്തയിൽ സംശയമുളവായിരുന്നു. അച്ഛൻ മാറ്റിയതായിരുന്നു എൻ്റെ പേര്. പാലക്കാട്ട് നിന്ന് ഞങ്ങൾ നേരെ പോയത് ഉടുപ്പിയിലേക്കായിരുന്നു. അവിടെ വെച്ച് അച്ഛൻ എൻ്റെ പേര് മാറ്റി.
ആര് ചോദിച്ചാലും സാവിത്രി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടേക്ക് താമസം മാറിയത്. അന്ന് തൊട്ട് ഈ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നീട് എല്ലാവർക്കും ഞാൻ സാവിത്രി തന്നെയായി. ഞാനായി മാറ്റാനും നിന്നില്ല ആ പേര്. ചെറുപുഞ്ചിരിയോടെ വേദനിക്കുന്ന മനസ്സാലെ സാവിത്രി പറഞ്ഞു തീരുമ്പോൾ സാവിത്രിയുടെ കണ്ണുകൾ ഏതു നിമിഷവും ഒഴുകാനെന്ന പോലെ വെള്ളം തളം കെട്ടി നിന്നു. എന്തെന്നാൽ അതൊക്കെ അത്രയും വേദനിക്കുന്ന നിമിഷങ്ങളായിരുന്നു. തൻ്റെ കുഞ്ഞിനു വേണ്ടി ആർത്തു കരഞ്ഞ ഒരമ്മയെ അവൾ ഇപ്പോഴും കാണുന്നു. തൻ്റെ അച്ഛനോട് പൊരുതി നേടിയതായിരുന്നു ഇപ്പോഴുള്ള തൻ്റെ ഈ ജീവിതം. ചിലപ്പോൾ തൻ്റെ നല്ലതിനായിരിക്കാം, അല്ലെങ്കിൽ വാങ്ങിച്ച കാശിനോടുള്ള കൂറിനായിരിക്കാം തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ അച്ഛൻ നോക്കിയത്. അന്ന് അച്ഛൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാം സ്വയം ഇല്ലാതാവുക എന്നൊരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അച്ഛൻ്റെ മുന്നിൽ ഫലിക്കുകയും ചെയ്തു. പക്ഷേ അച്ഛനൊരു നിബന്ധന മാത്രമേ അന്ന് തൻ്റെ മുന്നിൽ വച്ചിട്ടുള്ളൂ. തൻ്റെ പേര് മാറ്റുക. രാജേന്ദ്രൻ്റെ കുഞ്ഞാണ് തൻ്റെ വയറ്റിലുള്ളതെന്ന് ഒരാളും അറിയാൻ പാടില്ല. മുന്നോട്ടുള്ള ജീവിതത്തിൽ നിന്ന് ജാനകിയില്ല, മറിച്ച് സാവിത്രി മാത്രമായിരിക്കണമെന്ന് അച്ഛൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതായിരുന്നു താനും എന്നവൾ ഓർത്തു. അപ്പോൾ കല്യാണമൊക്കെ? ഭാമയായിരുന്നു ചോദിച്ചത്. അബിയുടെ പിതൃത്വം അറിയാൻ ഭാമയ്ക്ക് ആകാംക്ഷയേറി. എന്തെന്നാൽ വയസ്സ് വച്ച് നോക്കുമ്പോൾ സംശയങ്ങൾ മാറി മറിഞ്ഞ് എല്ലാവരിലും ഉളവായിട്ടുണ്ട്. എങ്ങനെ നേരിട്ട് ജാനകിയോട് ചോദിക്കുമെന്ന ഉത്കണ്ഠയിലാണ് എല്ലാവരും. ചോദിക്കാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു ഓരോന്ന് ചോദിക്കുന്നതിനിടയിൽ ആ കാര്യവും ഭാമ എടുത്തിട്ടത്. വേദനിക്കുന്ന ജാനകിയുടെ മനസ്സ് ഭാമ തിരിച്ചറിയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്തണമെന്ന് ഭാമയ്ക്കും മറ്റും 2 പേർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുനീരിനെ കണ്ടില്ലെന്ന് അവർ നടിച്ചു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അബിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്ഭുതത്തിലുപരി മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ തെളിഞ്ഞു വന്നു അവളുടെ കണ്ണുകളിൽ, ഇതുവരെ കാണാത്ത വിസ്മയങ്ങൾ പോലെ. പല വർണ്ണങ്ങളിൽ അലങ്കരിച്ചിരിക്കുന്ന ബലൂൺസും റിബണും എല്ലാത്തിലും ഉപരി അവളെ ആകർഷിതയാക്കിയത് പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള അലങ്കാരമാണ്. ഇതേ സമയം തന്നെ അബിയുടെ കയ്യിലുള്ള കോഫി ട്രേ ജോ വാങ്ങിച്ചു അരികിലുള്ള മേശയുടെ മുകളിലേക്ക് വെച്ചു. പ്രതീക്ഷിക്കാതെ ജോയുടെ ഭാഗത്തുനിന്നും അങ്ങനെയൊരു പ്രവൃത്തി വന്നതും കണ്ണിലെ അത്ഭുതങ്ങളിൽ നിന്നും അവൾ ജോയെ നോക്കി. ചെറുപുഞ്ചിരിയോടെ അബിയെ നോക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് വന്നു ജോ. ടെറസിൻ്റെ മുകളിലുള്ള വിശാലമായ ഇടം അവൾ ആദ്യമായാണ് കാണുന്നത്. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരിക്കൽ പോലും ടെറസിൻ്റെ മുകളിലേക്ക് കയറിയിട്ടില്ലെന്ന് അവൾ ഇപ്പോൾ ഓർക്കുന്നു. അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് എന്ന പോലെ അവൾ മുന്നോട്ടേക്ക് നടന്നു. പെട്ടെന്നായിരുന്നു വലിയ ശബ്ദത്തോടുകൂടി പവർ സ്റ്റിക്ക് പൊട്ടി അതിൽ നിന്നുള്ള പേപ്പേഴ്സ് അബിയിലേക്ക് വന്നു വീണത്. ഒരു ഞെട്ടലോടെ അവൾ നോക്കിയതും പുഞ്ചിരിയോടെ പവർ സ്റ്റിക്ക് പിടിച്ചു നിൽക്കുന്നു ഹർഷൻ. ഹാപ്പി ബർത്ത്ഡേ മൈ സ്വീറ്റ് വൈഫ്. പവർ സ്റ്റിക്ക് സേതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഡയമണ്ട് റിംഗ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അതിശയത്തോടെ ഹർഷനെ നോക്കി. എന്താടോ ഭാര്യയെ ഇങ്ങനെ നോക്കുന്നത്? ഇപ്പോഴും അവളുടെ കണ്ണുകളിൽ അതിശയം കാണാം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അവളുടെ നേർക്ക് ആ റിംഗ് നീട്ടിക്കൊണ്ട് ഹർഷൻ ചോദിച്ചതും ഞെട്ടലിൽ നിന്ന് അവൾ മുക്തയായി തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. ഹാപ്പി ബർത്ത്ഡേ അബി. തന്നെ ഉറ്റുനോക്കുന്നവളോട് വീണ്ടും ഹർഷൻ പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. എന്താ അബി നോക്കി നിൽക്കുന്നേ? കൈകൾ നീട്ട്. അവൻ ആ റിംഗ് നിന്റെ കൈകളിൽ അണിച്ചു തരട്ടെ? താളത്തിന് എന്ന പോലെ ജോ പറഞ്ഞതും ദേഷ്യത്തോടെയുള്ള അബിയുടെ നോട്ടമായിരുന്നു ജോയ്ക്ക് ലഭിച്ചത്. പെട്ടെന്ന് അബിയിൽ നിന്നും ഉണ്ടായ നോട്ടം ജോയെ വല്ലാതെയാക്കുകയും ചെയ്തു. താൻ അബദ്ധം പറഞ്ഞുവോ എന്ന ചിന്തയും ജോയ്ക്ക് വരാതിരുന്നില്ല. അബി. ജോയ്ക്ക് നേരെയുള്ള ദേഷ്യത്തോടെയുള്ള അബിയുടെ നോട്ടം ഒരു വേള ഹർഷനെ വേദനയിലാഴ്ത്തി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? റിങ്ങും പിടിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്നവനോട് അവൾ ദേഷ്യത്തോടെ നോക്കി ചോദിച്ചു. അബി ഞാൻ എന്തു പറയണമെന്നറിയാതെ ഹർഷൻ ഒന്ന് പതുങ്ങി. ഒപ്പം അവൾക്ക് നേരെ നീട്ടിയ മോതിരവും അവൻ പുറകോട്ട് വലിച്ചു. എന്താ ഈ കോപ്രായങ്ങളുടെയൊക്കെ അർത്ഥം? അവൾ 2 കൈകളും മാറോട് പിണച്ചു കെട്ടി അവനെ നോക്കി. അപ്പോൾ അബിയുടെ മുഖത്ത് വന്നു പോകുന്ന ഭാവമാറ്റം ഹർഷന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരിക്കൽ പോലും അവളുടെ മുഖത്ത് വന്നു ചേരാത്ത ഒരു ഭാവം. അങ്ങനെയായിരുന്നു അവന് തോന്നിയത്. നിങ്ങളോടല്ലേ ഞാൻ ചോദിക്കുന്നത്, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ടെറസിന് മുകളിൽ അലങ്കരിച്ചിട്ടുള്ള പൂക്കളുടെയും വർണ്ണക്കടലാസുകളുടെയും നോക്കി അവൾ ചോദ്യം വീണ്ടും ഉന്നയിച്ചു. ഒപ്പം അവളുടെ കണ്ണുകൾ ചെന്നെത്തിയിരിക്കുന്നത് വലിയ അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ അബി എന്നതിലേക്കാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അതിനെന്താ ഇത്ര പുതുമ? പതുങ്ങി അടുത്തുനിന്നും ഊർജത്തോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നവളോട് ഹർഷൻ പറഞ്ഞതും അബിയിൽ അപ്പോൾ തന്നെ പുച്ഛമുളവായി. ഭാര്യ എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ? അല്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയാണോ? നിയമപ്രകാരം നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണോ? അല്ല. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടോ? ഏത് വിധത്തിലാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയാകുന്നത്? പുച്ഛത്തിലുപരി അവൾക്ക് ഹർഷനോട് ദേഷ്യമാണ് തോന്നിയത്.
എന്തെന്നാൽ അവൻ്റെ കണ്ണുകളിൽ അവൾ പലപ്പോഴും തന്നോടുള്ള ഇഷ്ടം കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ അത് പ്രകടിപ്പിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയതല്ല. അവൻ ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്നതും ആ വഴിക്കാണെന്ന് അവൻ്റെ ഇപ്പോഴുള്ള സംസാരത്തിൽ അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. താൻ ഒരിക്കലും അച്ചുവേട്ടന് യോജിച്ചവളല്ലെന്ന് അവൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലെ ഇഷ്ടം അവൾ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിരുന്നു. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരിക്കൽ പോലും അച്ചുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ആദ്യം കിട്ടിയ പരിഗണന മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ വീണ്ടും അഭിനയ ജീവിതത്തിൽ തോറ്റുപോകില്ലേ? അതൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴുള്ള ഹർഷൻ്റെ സംസാരത്തിനെ അവൾ എതിർക്കുന്നത്. പറയ്, നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഭാര്യയാണോ? തൻ്റെ മുന്നിൽ തറഞ്ഞു നിൽക്കുന്നവനെ ഒരിക്കൽ കൂടി നോക്കി. അബി, പ്ലീസ് ലിസൺ. എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങളുടെ കുമ്പസാരമൊന്നും കേൾക്കാൻ ആഗ്രഹമില്ല. ഞാനൊരു ഡീലിൻ്റെ പുറത്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ ഡീൽ നാളത്തോടുകൂടി കഴിയും. അതോടുകൂടി അഭിനയ ഹർഷൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഹർഷൻ അഭിനയയുടെ ജീവിതത്തിലും. നിഴൽവട്ടം പോലും പരസ്പരം കാണാത്ത വിധത്തിലായിരിക്കണം മുന്നോട്ടുള്ള ജീവിതം. ഇനി ഭാര്യ എന്ന സ്ഥാനത്ത് എന്നെ കാണരുത്. ഞാൻ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളുടെ ഭാര്യയാവാൻ. അഭിനയ, ഐ ലവ് യു. അബി പറഞ്ഞു തീരേണ്ട താമസം തൻ്റെ മനസ്സ് എന്താണെന്ന് അവൾക്ക് മുന്നിൽ അവൻ തുറന്നു കാട്ടി. സ്റ്റോപ്പ് ഇറ്റ്. ഛേ, നിങ്ങൾക്ക് എന്താണ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി പുതിയ നാടകത്തിന് ഒരുങ്ങുകയാണോ? ഒരിക്കൽ പോലും നിങ്ങളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഷേ, അമർഷത്തോടെ അവനോട് പറഞ്ഞുകൊണ്ട് തറഞ്ഞു നിൽക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നോക്കി അവൾ ടെറസിൽ നിന്ന് വാതിലും കടന്ന് അകത്തേക്ക് പോയി. ഡാ, നീ ഒന്ന് പോയി സംസാരിക്ക്, എല്ലാം ഓക്കെയാകും. അബി വാതിൽ കടന്നു പോയതും സേതു വേഗം ഹർഷൻ്റെ അടുത്തേക്ക് വന്നു. അതെ, നീ എന്ന് തുറന്ന് സംസാരിച്ചാൽ എല്ലാം ശരിയാവും. ജോയും നവനീതും അവൻ്റെ ഒപ്പം വന്നു നിന്നു. സാർ, ആ കുട്ടിക്ക് പഴയതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല, അതായിരിക്കും. സാർ വിചാരിച്ചാൽ അഭിനയുടെ മനസ്സ് മാറ്റാൻ കഴിയും. രോഹിത്തും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒപ്പം വന്നെത്തി. ഇവിടെ നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിൽപ്പുണ്ട് അകതും. ഇല്ല, ഞാനിനി അവളുടെ പുറകെ പോയില്ല. എൻ്റെ മനസ്സ് തുറന്നു കാട്ടുവാനുള്ള അവസരം പോലും അവളെനിക്ക് തന്നില്ലല്ലോ. ശരിയാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചില കള്ളങ്ങളുടെ പുറത്തായിരുന്നു. പറയുമ്പോൾ ഹർഷൻ തല കുമ്പിട്ട് നിൽക്കുന്ന രോഹിത്തിനെ നോക്കാനും മറന്നില്ല. അവൾക്ക് എന്തെങ്കിലും എൻ്റെ സ്നേഹം സത്യമാണെന്ന് തോന്നിയാൽ എൻ്റെ അടുത്തേക്ക് വരട്ടെ. പ്രണയം അങ്ങനെയാണ്, എല്ലാവർക്കും നേടാൻ കഴിയണമെന്നില്ലല്ലോ. നിറഞ്ഞ വേദനയാൽ തൻ്റെ കൂട്ടുകാരോട് പറയുമ്പോൾ അവൻ്റെ മനസ്സ് ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു. അബിയിൽ നിന്ന് ഇങ്ങനെയൊരു റിജക്റ്റ് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതിനെന്നോണം അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ തളം കെട്ടിക്കിടന്നു. പക്ഷേ തൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് കരയുന്നത് ശരിയല്ലെന്ന് കണ്ട് അവൻ അപ്പോൾ തന്നെ അവരുടെ അടുത്ത് നിന്ന് വാതിലും കടന്ന് അകത്തേക്ക് വന്ന് തൻ്റെ റൂമിലേക്ക് പോയി വാതിൽ കൊട്ടിയടച്ചു. നമുക്കിറങ്ങാം. വാതിൽ കൊട്ടിയടക്കുന്ന ശബ്ദം കേട്ടതും സേതു പറഞ്ഞു. ജോ അവനെ നോക്കി. ഇത്രയൊക്കെ ഒരുക്കങ്ങൾ ചെയ്തിട്ട് ഈയൊരു വിഷ്വൽ കാണാനാണോ അവൻ ഇന്നലെ രാത്രി വിളിച്ച് നമ്മളോടെല്ലാം ഇവിടേക്ക് വരാൻ പറഞ്ഞത്? അവൻ്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു ഇന്ന് അവളോട് തൻ്റെ പ്രണയം തുറന്നു പറയുക എന്നത്. അവൾക്ക് അവൻ്റെ പ്രണയം മനസ്സിലായി കാണില്ല. അല്ലെങ്കിലും ആ കുട്ടിയെയും തെറ്റു പറയാൻ കഴിയില്ലല്ലോ. അത്രമാത്രം ആ കുട്ടി ഹർഷനിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. വാ, ഇനിയും ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. നിറഞ്ഞ വേദനയോടെ സേതു പറഞ്ഞതും മറ്റുള്ളവരും അത് ശരിവയ്ക്കുകയായിരുന്നു. പിന്നെ ഒട്ടൊരു നേരം അവരവിടെ നിന്നില്ല. അവരും നന്ദനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി.